കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പോളിസി ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് വൃത്തിയായിട്ട് നേർക്ക് നേരെ പറയാൻ പറ്റും. ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ ഇരിക്കാൻ പറയും, ഇരുന്നിട്ട് ജനങ്ങളോട് രാഷ്ട്രീയം പറയാൻ കഴിയുമായിരുന്നു. ഇന്ന് ആ ശേഷി നഷ്ടപ്പെടുന്നു. CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അവർ മാധ്യമങ്ങളുടെ സഹായത്തോടെയല്ല ജനപിന്തുണ നേടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ EMSൻ്റെ കാലം മുതൽ EMSൻ്റെ സമയത്ത് നോക്കുക, EMS സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് മലയാളത്തിൽ എത്ര മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിട്ടുണ്ട്? അന്നിവിടെ ഏറ്റവും കൂടുതൽ ജനപ്രിയമായിരുന്ന ജനങ്ങൾ വായിക്കുന്ന പത്രങ്ങൾ, അത് മലയാള മനോരമയാവട്ടെ, ദീപികയാവട്ടെ, ചന്ദ്രികയാവട്ടെ, ഏത് പത്രങ്ങളാണ്, ഏത് മാധ്യമങ്ങളാണ് CPMന് അനുകൂലമായിട്ടുണ്ടായിരുന്നത്? അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ദേശാഭിമാനി മാത്രമാണ്. അപ്പോൾ ആ പത്രങ്ങൾ, ദേശാഭിമാനി അന്നുണ്ടായിരുന്ന പത്രങ്ങൾ, അന്ന് പാർട്ടി പത്രങ്ങൾ മാത്രമാണ് അതിനെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖരായ മാധ്യമങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. പിന്നീടുള്ള കാലത്തും അങ്ങനെയല്ല. LDF സർക്കാരുകൾ അധികാരത്തിൽ വന്നത് ഏതെങ്കിലും മാധ്യമ പരിലാളനം കൊണ്ടല്ല. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പോളിസി ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് വൃത്തിയായിട്ട് നേർക്ക് നേരെ പറയാൻ പറ്റും. ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ ഇരിക്കാൻ പറയും, ഇരുന്നിട്ട് ജനങ്ങളോട് രാഷ്ട്രീയം പറയാൻ കഴിയുമായിരുന്നു. ഇന്ന് ആ ശേഷി നഷ്ടപ്പെടുന്നു. അതിന് സാമൂഹിക മാധ്യമങ്ങൾ ബദലല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റ ഉടൻ തന്നെ പാർട്ടി ജനസമ്പർക്കം പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടി പ്രവർത്തകർ വീടുകൾ കയറി ആളോട് ഫീഡ്ബാക്ക് എടുക്കാൻ പറഞ്ഞിരുന്നു. എൻ്റെ വീട്ടിലാരും വന്നിട്ടില്ല. എൻ്റെ വീട്ടിലാരും വന്നിട്ടില്ല. അതർവൈസ് വരേണ്ട വീടാണ് എൻ്റേത്, പക്ഷേ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. വരാത്തതിന് കാരണം മുഖത്ത് നോക്കി കാര്യം പറയാൻ പറ്റില്ല. ബ്രാഞ്ചിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാർക്ക് ഇത് പോയിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് CPM ഏറ്റവും ഡിഫൻഡായി പോയിട്ടൊരു സംഭവം ശബരിമല തന്നെയാണ്. അതിൽ തിരിച്ച് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പാർട്ടിക്ക് മറുപടിയില്ല. മറ്റൊന്ന്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിനേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ പാർട്ടി അനുഭാവികൾ വിമർശിക്കുന്ന ഒരു സർക്കാരായി രണ്ടാം പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുന്നു. അപ്പോൾ അത്തരം വിമർശനങ്ങൾ ഉള്ളപ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ, ഓൺ ഗ്രൗണ്ടിൽ മറുപടി പറയാൻ പാർട്ടി അണികൾക്കാവുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ രംഗത്ത് CPM പുറകോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ആളില്ലാത്തതുകൊണ്ടോ പണമില്ലാത്തതുകൊണ്ടോ അല്ല. കൊടുക്കാനുള്ള ക്യാപ്സ്യൂളുകൾക്കുള്ള മരുന്നുണ്ടാക്കാനുള്ള കെമിക്കൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആ കെമിക്കൽ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു. അതിന് സാമൂഹ്യ മാധ്യമങ്ങളോ ആവശ്യം ഉണ്ടായിരുന്നില്ല. നേരിട്ട് ജനങ്ങളോട് പറയായിരുന്നു. അപ്പോൾ ജനങ്ങളോട് നേരിട്ട് പറയാൻ പറ്റുന്ന രാഷ്ട്രീയമില്ലാതിരിക്കുക. ബാക്കി നേതാക്കന്മാർ വന്ന് മാധ്യമങ്ങളിൽ പറയുന്നത് കൂടുതലും വിവാദങ്ങളാവും. ഒരൊറ്റ ഉദാഹരണം ചോദിക്കട്ടെ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ CPM നേതാക്കൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച വാക്ക് ഏതാണ്? ആ വാക്കുകൊണ്ട് ആ പാർട്ടിക്കുണ്ടായ ഗുണം എന്താണ്? പാർട്ടിക്കുണ്ടായ രാഷ്ട്രീയ നേട്ടം എന്താണ്? ഇന്നലെ ആരാണ് പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ നിഷാദിനോട് സംസാരിച്ച് പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? ആ പാർട്ടിക്ക് അതല്ലാതെ വേറെ രാഷ്ട്രീയമൊന്നും പറയാനില്ല. അത് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിക്ക് ഒരു ഗുണമില്ല. അപ്പോൾ നേർക്ക് നേരെ പറയാൻ പറ്റാത്തൊരു രാഷ്ട്രീയം അത് മാധ്യമങ്ങളിലൂടെയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളതാണ് ഈ സംഭവവികാസങ്ങൾ നൽകുന്ന പാഠം.